we all have gathered here to conduct the private prayer. So let us start our prayer with the prayer. Verse 1 to 5. I praise you, Lord, with all my heart. Before God, I sing praise to you. I worship towards your holy temple and praise your name for your loving kindness and your truth. For you have magnified my word above all your name. In the day when I cry out, you answer me, made me bold with strength in my soul. All the kings of the earth shall praise you, O Lord, when they hear the words of your mouth. Yes, they shall sing of the ways of the Lord, for the great is the glory of the Lord. Amen. Bible reading by Meera Elizabeth. സങ്കീർത്തനം 138 1 മുതൽ 5 വരെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഞാൻ നിന്റെ വിഷ്ണു മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു. നിന്റെ ദൈവവിശുദ്ധിയെ നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തിന് മീതെയൊക്കെ നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. യഹോവേ, ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായും വചനങ്ങൾ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും.
അതെ, അവർ യഹോവയുടെ വഴികളെ കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം വലുതാകുന്നുവല്ലോ. ആമേൻ. Youth song by class 1 students. Motivational speech by Rihanna, class 3. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ പറയാൻ പോകുന്നത് രണ്ട് ചവിട്ടുപടികളാണ്. ഒന്ന് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ എല്ലാ കാര്യവും നമ്മൾ ഡിസിപ്ലിനോട് തന്നെ ചെയ്യണം. രണ്ട് റെസ്പെക്ട്. റെസ്പെക്ട് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ബഹുമാനിക്കണം. ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, പേരൻസ്. താങ്ക് യു. By class 10 students. Praise the God. Praise God എന്ന് പറഞ്ഞേ. Praise God. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് എന്ന് പറയുമ്പോൾ സ്തോത്രം. ഗ്ലോറിഫൈ ഗോഡ് എന്ന് പറഞ്ഞാല് ദൈവത്തിന് മഹത്വം. ഓൾ ഗ്ലോറി ടു ഗോഡ്. ഓൾ ഗ്ലോറി ടു ഗോഡ് എന്ന് പറയുമ്പോൾ എല്ലാ മഹത്വവും ദൈവത്തിന്, അല്ലേ? ആണോ? ദൈവത്തിനാണ് എല്ലാ മഹത്വവും. നിങ്ങൾക്ക് ലഭിച്ച എല്ലാ നേട്ടങ്ങളും എവിടെ നിന്ന് വന്നതാ?
വെരി ഗുഡ്. ഇപ്പൊ കേൾക്കുമല്ലേ, മെഴുകുതിരി പോലെ ഉരുകി ഉരുകി ദൈവത്തിന് വേണ്ടി നിലയ്ക്ക്. എന്താ മെഴുകുതിരിയുടെ പ്രത്യേകത? തീരത്തില്ലേ? തീരും. അതിന്റെ പ്രത്യേകത എന്താ? അത് സ്വയം കത്തി നമുക്ക് വെളിച്ചം തരും. അത് നമുക്ക് വെളിച്ചം തരുമ്പോൾ അതില്ലാതെയായിരിക്കും അല്ലേ? അങ്ങനെയാണോ? അങ്ങനെയാണോ? മെഴുകുതിരി കത്തിച്ച് കഴിയുമ്പോൾ അത് മെഴുകുണ്ടാക്കിയതാ, മെഴുക് ഉരുകും അല്ലേ? അപ്പൊ അത് കത്തി വെളിച്ചം തന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വയം ഇല്ലാതെയായിരിക്കും. നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നവരായിരിക്കണം, മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്നവരായിരിക്കണം. ആണോ? ഒരു ഇരുട്ടുള്ള മുറിയിലോട്ട് വന്നാൽ എന്ത് സംഭവിക്കും? ഇരുട്ടിന് പേടിയില്ലാത്ത എത്ര പേരുണ്ട്? പേടിയില്ലേ? ആർക്കൊക്കെ പേടിയില്ലാത്ത? പേടിയില്ലാത്തൊരു കൈവക്കാനാ പറഞ്ഞേ. പേടിയില്ലേ? ഇരുട്ട് പേടിയില്ലേ? വിട്ടിട്ടുണ്ട്. എനിക്കറിയാം, കുറെ കൈവിട്ടിയവർക്ക് എല്ലാവരും ഇരുട്ടിൽ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അയ്യോ എന്ന് പറഞ്ഞ് ഓടുമെന്ന് എനിക്കറിയാം. ഇരുട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഒരു കവി പാടി, ഒരു വേള പഴക്കമേറിന ഇരുളും മെല്ലെ വെളിച്ചമായി വരും. കേട്ടിട്ടുണ്ടോ? ഒരു വേള പഴക്കമേറിന, അതായത് പഴക്കം വന്നാൽ ഇരുളും വെളിച്ചമായി വരുന്നു. ഉദാഹരണം ഞാൻ പറയട്ടെ, നമ്മൾ ഇരുട്ടുള്ള ഒരു മുറിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? കുറച്ചു നേരം കഴിയുമ്പോഴോ പതുക്കെ ഒരു വെളിച്ചം വരുന്നത് തോന്നില്ലേ? അപ്പൊ നമ്മൾ ആ ഇരുളുമായിട്ട് പഴകും. അതുമായിട്ട് നമ്മള് കൂടിച്ചേരുമ്പോൾ ആ ഇരുൾ എന്തായി മാറും? വെളിച്ചമായിട്ട് മാറും അല്ലേ? എന്ന് പറഞ്ഞ പോലെ അത് എന്തുകൊണ്ടാ? നിങ്ങൾ വെളിച്ചമായി ചെല്ലുന്നതുകൊണ്ടാ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ചീത്ത സ്വഭാവം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങളാകുന്ന വെളിച്ചം അവരിലുള്ള ഇരുട്ടിനെ മാറ്റിക്കളയണം. അങ്ങനെ കളയോ? കളയോ? കുറച്ചു പേരൊന്നും കളയത്തില്ലെന്ന് തോന്നുന്നു. നിങ്ങളൊന്നും കളയില്ലേ? നിങ്ങളുടെ കൂട്ടുകാർ വെളിച്ചമായിരിക്കണോ ഇരുളായിരിക്കണോ? രണ്ട് എനർജി ഉണ്ട്, പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും. ചില ആളുകൾ ഇങ്ങ് വന്നാൽ നമുക്കങ്ങ് ആകെ ഒരു ഇറിറ്റേഷൻ പോലെ പോയാൽ മതിയെന്ന് തോന്നും അല്ലേ? ചില ആളുകളെ കണ്ടാൽ നമുക്കങ്ങ് പെട്ടെന്ന് ഇഷ്ടം തോന്നും അല്ലേ? അവർ പോണം തോന്നുമോ? നിങ്ങളൊന്ന് തിരിച്ചു നിന്നേ. നിങ്ങളുടെ മുഖം എത്ര വലിയ ഭാരം. നമ്മളെ വെളിച്ചം പകരുന്നവരായിരിക്കണം കേട്ടോ. നമ്മൾ എവിടെ ചെന്നാലും we have to spread positivity. എന്താണ് പോസിറ്റിവിറ്റി? നല്ല എനർജി കൊടുക്കുന്നവരായിരിക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ ചെല്ലുമ്പോൾ നിങ്ങളെ കാണുമ്പോഴത്തേക്കോ ഏത് കൊച്ചാണ് എന്നാണ് എന്നൊക്കെ ചില ആൾക്കാർ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും അല്ലേ? നമുക്ക് പരിചയമില്ലെങ്കിൽ എന്നാൽ സന്തോഷം തോന്നുമോ? എനിക്ക് തോന്നാറുണ്ട്. ചില ആൾക്കാർ വന്നാൽ ഇവരെപ്പോഴാണ് ഇനി പോണേന്ന് നോക്കും. നമുക്ക് പരിചയമൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ പോലും. അപ്പൊ നമ്മൾ എപ്പോഴും പോസിറ്റീവ് എനർജി കൊടുക്കുന്നവരായിരിക്കണം. യു ഓൾവേസ് ഷുഡ് ബി പോസിറ്റീവ്. എന്തായിരിക്കണം? പോസിറ്റീവ്. ഒന്ന് പറഞ്ഞേ, ഐ വിൽ ബി പോസിറ്റീവ് ഓൾവേസ്. അത്ര ഒച്ച വേണ്ട കേട്ടോ, അത്ര ഒച്ച വേണ്ട. കുറച്ച് സമാധാനമായിട്ട് പറ. ദൈവം പേടിച്ചു പോലെ നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നാലേ ദൈവം ഓടിപ്പോകും. ഇത്ര കുറച്ചെടുക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് എനർജി കൊടുക്കുന്നവരെ അവരെപ്പോഴും പറയും, അയ്യോ അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ, അയ്യോ പരീക്ഷ വരുന്നു, അയ്യോ അയ്യോ എന്ന് പറഞ്ഞാൽ കുറെ മനുഷ്യരുണ്ട്. അവർക്ക് എപ്പോഴും ടെൻഷനാണ് അല്ലെ? ടെൻഷനാണ്. വീട്ടിലും ചിലപ്പോൾ അമ്മമാർ എപ്പോഴും പുറത്തു നടക്കുന്ന അമ്മമാരുള്ള വീടുണ്ട് അല്ലെ? അമ്മയുടെ എന്ത് പറയണം? അമ്മ ബി പോസിറ്റീവ്, ഇങ്ങനെ പിറുവിറുക്കാതെന്ന് പറയണം. എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പിറുവിറുത്തുകൊണ്ടിരിക്കുന്ന, പരാതി പറയുന്ന അങ്ങനെയൊന്നും ആവരുത്. നമ്മുടെ നല്ല കുട്ടികളൊക്കെ ചില പേരൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഡോഗ് എന്നൊക്കെ വിളിക്കുന്ന പിള്ളേരുണ്ട്. അങ്ങനെ വിളിക്കരുതാരും അല്ലേ? അങ്ങനെ വിളിക്കുന്നവരുണ്ടോ? ദേഷ്യം വരുമ്പോ അങ്ങനെ വിളിക്കുന്നവരാരൊക്കെയുണ്ട്? കൈ വയ്ക്കുക. സത്യസന്ധമായി പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരെ ആരെങ്കിലും പട്ടിന്ന് വിളിച്ചിട്ടുണ്ടോ? ശാലോം പബ്ലിക് സ്കൂളിൽ ആരും പട്ടികളെ പഠിപ്പിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത്. ആരാ പറയണമെന്നൊക്കെ ചിലർക്കൊക്കെ അറിയാം, എനിക്കും അറിയാം. പക്ഷെ പറയില്ല, പേരും അറിയില്ല. കാരണം അവരിനി പറയത്തില്ല, ഇനി വിളിക്കത്തില്ല. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞത് ബി പോസിറ്റീവ്. ഗിവ് ലൈറ്റ് ടു അതേഴ്സ്, നോട്ട് ഡാർക്ക്നെസ്. ഗിവ് ലൈറ്റ് ടു അതേഴ്സ്. ഡാർക്ക്നെസ് കൊടുക്കരുത്, ഇരുട്ട് കൊടുക്കരുത്, വെളിച്ചം കൊടുക്കണം കേട്ടോ. ദൈവം അത് ആഗ്രഹിക്കുന്നത്. ദൈവം എന്താ? ഗോഡ് ഈസ് ലൈറ്റ്, ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ട്രൂത്ത്. ഇപ്പൊ ദൈവം വെളിച്ചമാണെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? വെളിച്ചമായിരിക്കണം.
ദൈവം സത്യമാണെങ്കിൽ നമ്മൾ സത്യസന്ധരായിരിക്കണം. കള്ളം പറയരുത്, ആരും കള്ളം പറയരുത് കേട്ടോ. കള്ളം പറയോ? നിങ്ങളൊക്കെ പറയുന്നത് എനിക്കറിയാലോ. കള്ളം പറയാറില്ലേ? കള്ളം പറയാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൈവക്കിക്കേ. ഇന്ന് വരെ ഒരു കള്ളവും പറയാത്തവര്. നീ പറഞ്ഞിട്ടില്ലേ? എന്റെ കൊല്ലം ജമീമ, എനിക്കറിയാലോ നീ പറഞ്ഞിട്ടുണ്ടെന്ന്. അത് തന്നെ ഒരു കള്ളല്ലേ? നീ കള്ളം പറയില്ലെന്ന് പറഞ്ഞതിന്റെ ഒരു കള്ളമല്ലേ? അപ്പൊ ഇനി മുതൽ പറയരുത് കേട്ടോ. ഇതുവരെയൊക്കെ പറഞ്ഞു. നീയാണോ ആരാണ് തള്ളിയിട്ടത്? ഞാനല്ല. തള്ളിയിട്ട ആളും പറയും ഞാനല്ല. ആണോ? പറയോ? പറയില്ലേ? അത് കള്ളമാണോ? അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. നമ്മൾ ചെയ്ത കാര്യം നമ്മൾ പറയണം. ബി എ ലൈറ്റ് ടു അതേഴ്സ്. ഓക്കെ? നിങ്ങളുടെ ലക്ഷ്യവും വിദ്യാഭ്യാസത്തിന്റെ ഇതും എന്താണ്? ഇരുട്ടിനെ മാറ്റിക്കളയുക. എന്തിനെ കൊണ്ട്? ഇരുട്ടിനെ മാറ്റിക്കളയണം കേട്ടോ. അപ്പൊ ഒരിക്കലും നമുക്ക് ഇരുട്ട് വേണ്ട, വെളിച്ചം മതി. അത്രേ എനിക്ക് പറയാനുള്ളൂ. പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് ചില പ്രാർത്ഥനാ വിഷയങ്ങൾ കൂടി നിങ്ങളോട് പറയുകയാണെങ്കിൽ വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം. നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരും ഇവിടെ നിൽക്കുന്നില്ലേ? നമ്മുടെ അല്ല, നിങ്ങളുടെ, എന്റെ അല്ല കേട്ടോ. നിൽക്കുന്നുണ്ട് അവിടെ. അവരെ 21 ഈ 21st onwards their exam starts. 21-ാം തീയതി മുതൽ അവരെ ഫൈനൽ എക്സാം എഴുതാൻ പോവാ. അവര് സ്കൂളിലെ ഫൈനൽ എക്സാം ആണ് എഴുതുന്നത്. ചിലര് LKG മുതൽ ഇവിടെ പഠിച്ച കുട്ടികളാ. 12 വർഷം ഇവിടെ പഠിക്കും. അത് കഴിഞ്ഞിട്ട് അവർ എക്സാം എഴുതി അവരെ പോവാണ്. അപ്പൊ അവർക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഓ, വെരി ഗുഡ്. കീപ് യുവർ ഹാൻഡ്സ് ഡൗൺ. അതിനെന്താ വേണ്ടത്? അവര് പഠിക്കണം മാത്രം പോരാ, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് മുതൽ ദിവസം പ്രാർത്ഥിക്കണം കേട്ടോ. ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും നല്ല മാർക്ക് കിട്ടി പാസ്സാകണേ, എല്ലാവരും പാസ്സാകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കോ? മറക്കരുത്. ഓക്കെ? അടുത്ത ഒരു കാര്യം, ശനിയാഴ്ച നമ്മുടെ സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികൾ മൗണ്ടൻ സൈക്ലിംഗ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. അതിന് ഇവിടെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ പോയി സമ്മാനം കിട്ടിയ കുഞ്ഞുങ്ങൾ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അവരെ തൊടുപുഴയിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാ. അവർക്ക് സമ്മാനം കിട്ടുന്ന ഇഷ്ടമാണോ? ആണോ? ആ ചേട്ടന്മാരും ചേച്ചിമാരും വന്നേ. അല്ല, ചേച്ചിമാർ ഒരു ചേച്ചി ഉള്ളൂ. മൗണ്ടൻ സൈക്ലിങ്ങിന് പോകുന്നതിന് മുമ്പോട്ട് വന്നേ. അവർക്ക് സമ്മാനമുണ്ട്. അപ്പൊ അവർക്ക് ഇനി സ്റ്റേറ്റിൽ പോയിട്ട് സമ്മാനം കിട്ടണം. അതിനുവേണ്ടി ഇവരെ എല്ലാ പേരറിയാമോ? ഷാൻ, അദ്വൈത്, ഒലിവിയ, ഉജ്വൽ, കെവിൻ. ഓക്കെ? ഇവരുടെ പേര് വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, മൗണ്ടൻ സൈക്ലിങ്ങിന് ഞങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിയും പോകുന്നുണ്ട്, അവർക്ക് സമ്മാനം കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഓക്കെ? അവർക്ക് സമ്മാനം കിട്ടിയാൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം ഞാൻ പറയും. അപ്പൊ അവര് മിഠായി വാങ്ങിച്ചുകൊണ്ട് തരും കേട്ടോ. എല്ലാവരും പറഞ്ഞേക്കണം കേട്ടോ. മിഠായി വാങ്ങിച്ചാൽ അവർക്ക് കിട്ടുമ്പോൾ സമ്മാനം കിട്ടുമ്പോ പ്രാർത്ഥിക്കണം. അവരിലേക്ക് ഇവർ വരുമ്പോഴും ഇവർക്കും നല്ല മാർക്ക് കിട്ടണം കേട്ടോ. നല്ല പെർസെന്റേജ്, നല്ല മാർക്ക് കിട്ടി പാസ്സാവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ രണ്ട് കാര്യം നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുമോ? ഓക്കെ, പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായിട്ടും അതിന് മറുപടി തരും. അത് നടക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട് പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുന്നു? യെസ്, our God is a loving God who always listen to our prayers. Okay, so God will listen to our prayers. പ്രിയന്റെ ഇന്ന് 2 ചവിട്ടുപടിയുടെ കാര്യം പറഞ്ഞല്ലേ? നമുക്കില്ലാത്ത 2 കാര്യങ്ങളാണ്. ഇന്ന് മുതൽ ആ ചവിട്ടുപടി വേണം കേട്ടോ. One is discipline, the other one is respect. ഡിസിപ്ലിൻ എന്താ? ഇങ്ങോട്ട് വാന്ന് പറയുമ്പോ അങ്ങോട്ട് പോകുന്നതാണ് ഡിസിപ്ലിൻ അല്ലേ? ആണോ? ആണോ? പക്ഷെ ഞാൻ വിചാരിച്ച് ഷാരൂഖിനെ പിള്ളേര് കാണിക്കണേണ്ടപ്പോ ഞാൻ ഓർത്ത് ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോകുന്ന ഡിസിപ്ലിനാണ്. ആണോ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? അനുസരണത്തോടെ നടക്കണം, ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ലൈനിൽ നിൽക്കാൻ പറഞ്ഞാൽ ലൈനിൽ നിൽക്കണം. ഒരാൾ ലൈനിൽ നിന്നിട്ട് ഒരാൾ ഇങ്ങോട്ട് മാറിയുന്ന അത് ഡിസിപ്ലിൻ അല്ല കേട്ടോ. ആ ജനഗണമന ചൊല്ലുമ്പോ അറ്റൻഷനായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഒന്നും അല്ല, ഇങ്ങനെ നിന്നിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കും, അതാണ് അറ്റൻഷൻ. അല്ലെങ്കിൽ പിന്നെ എഴുതിയതോടെ നോക്കണം, ഇങ്ങോട്ട് നോക്കിയിരിക്കും. ഞാൻ കാണാറുണ്ട്. അറ്റൻഷനായിട്ട് നിൽക്കണം. പോലീസ് പിടിച്ചാൽ പിടിച്ചത് അങ്ങനെ. അതാണ് റെസ്പെക്ട്. പോമേ എന്ന് പറയുന്നതാണ് റെസ്പെക്ട്. മൊബൈൽ എടുക്കില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് വേണമെന്ന് പറയുന്നതാണ് റെസ്പെക്ട് അല്ലേ? അല്ല, പറയാം നിങ്ങൾക്ക്. റെസ്പെക്ട് യുവർ പേരൻസ്, റെസ്പെക്ട് യുവർ എൽഡേഴ്സ്, റെസ്പെക്ട് യുവർ ടീച്ചേഴ്സ് ആൻഡ് റെസ്പെക്ട് above all respect God. ദൈവത്തെ പേടിയുണ്ടെങ്കിൽ ദൈവത്തെ ബഹുമാനിച്ചതൊക്കെ വരും കേട്ടോ. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. Bow down your head.
Close your eyes. ഞങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ സൃഷ്ടാവ് അവിടെ നിന്നാകുന്നു. ഞങ്ങൾക്ക് ഈ ലോകത്തിൽ എല്ലാം നൽകി തന്നതും ദൈവമേ അവിടെ നിന്നാകുന്നു. ഞങ്ങളത് അങ്ങയുടെ മുന്നിൽ സമ്മതിക്കുന്നു. ഞങ്ങളുടെ അഹങ്കാരം, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ അച്ചടക്കമില്ലായ്മയും അനുസരണക്കേടും എല്ലാം എൻ്റെ ദൈവമേ അവിടുന്ന് പൊറുക്കുമാറാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വീകരിക്കുന്നു. അവിടുന്ന് മാത്രം സകല മഹത്വത്തിനും യോഗ്യൻ, അവിടുന്ന് മാത്രം സകല സ്തോത്രങ്ങൾക്കും യോഗ്യൻ. കർത്താവെ, ഈ കുഞ്ഞുങ്ങളെ അങ്ങനെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. അതോടൊപ്പം എൻ്റെ സഹപ്രവർത്തക ടീച്ചേഴ്സിനെ ഏൽപ്പിക്കുന്നു. ദൈവം എല്ലാവരുടെ മേലും കരുണ കാണിക്കണമേ. നാളുകളായി കർത്താവെ, വെള്ളിയാഴ്ച കുഞ്ഞുങ്ങളെല്ലാം ക്ലാസ് വൈസായിട്ട് അങ്ങയുടെ നാമത്തെ പ്രകീർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അതിന്റെ അനുഗ്രഹം ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതാന്ത്യത്തോളം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി അവരെ കർത്താവെ ഒരുക്കുന്ന ടീച്ചർമാരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങൾ പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ പഠനം കഴിഞ്ഞ് അവരെ ഫൈനൽ എക്സാമിനായി കർത്താവെ കടന്നു പോകുമ്പോൾ അവർക്കെല്ലാം ശ്രേഷ്ഠമായ വിജയം അവിടുന്ന് കൊടുക്കണമേ. അവരുടെ കുറവുകളോ കുറ്റങ്ങളോ ബുദ്ധിശൂന്യതയോ ഒന്നും ഓർക്കാതെ ദൈവമേ അങ്ങയുടെ കൃപ അവരുടെ പകർന്ന് കർത്താവർക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി പഠിക്കുന്ന വിഷയങ്ങൾ വ്യത്യസ്തമായി പഠിക്കുവാനും പഠിക്കുന്ന കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വരുവാനും സത്യസന്ധമായി പരീക്ഷയ്ക്ക് ഉത്തരങ്ങൾ എഴുതുവാനും കർത്താവരെ സഹായിക്കണമേ. അവരുടെ കർത്താവെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം ആണല്ലോ. ആ എക്സാമിന് ഏറ്റവും ശ്രേഷ്ഠമായി ഏറ്റവും നല്ല പെർസെന്റേജിലേക്ക് പാസ്സാകുവാൻ എല്ലാവരും പാസ്സാകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് കർത്താവെ, എൽഡേഴ്സായ ടീച്ചേഴ്സ് ഞങ്ങൾ എല്ലാവരും അവരെ അങ്ങയുടെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. അതോടൊപ്പം കർത്താവെ, ശനിയാഴ്ച നാളെ കർത്താവെ കുഞ്ഞുങ്ങൾ മൗണ്ടൻ സൈക്ലിങ്ങിന് വേണ്ടി തൊടുപുഴയ്ക്ക് കടന്നു പോവുകയാണ്. അവിടെ യാത്രയിൽ അവിടെ നിന്ന് കൂടെ ഇരിക്കണം, വാഹനത്തിൽ കൂടെ ഇരിക്കണം, കൂടെ പോകുന്ന അധ്യാപകർ കൂടെ ഇരിക്കണം. ഈ കുഞ്ഞുങ്ങൾ കർത്താവെ സൈക്ലിങ്ങിന് പങ്കെടുക്കുമ്പോൾ ആപത്ത് വളർത്തുകളൊന്നും ഉണ്ടാകാതെ അവർക്ക് കർത്താവെ സമ്മാനങ്ങൾ ലഭിച്ചു മടങ്ങി വന്ന് ഞങ്ങൾക്ക് അങ്ങേ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യാനും സന്തോഷിപ്പാനും ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കൃപയാണ് കർത്താവ് എല്ലാത്തിനും. അല്ലാതെ ഈ വില്ലേജിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് വലിയുള്ള സൈക്കിളോ അതിനുള്ള കർത്താവെ അതിനുള്ള ട്രെയിനിങ് ഗ്രൗണ്ടോ ഒന്നുമില്ല. എങ്കിലും അവർ സ്റ്റേറ്റിൽ പോയി സമ്മാനം വാങ്ങിച്ചു, പ്രതീക്ഷയ്ക്ക് സമ്മാനം വാങ്ങിച്ചതുപോലെ സ്റ്റേറ്റിലും ലഭിക്കുവാൻ അങ്ങനെ കൃപ വേണം. അതിനായി കർത്താവെ അവരെ ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ അനുഗ്രഹമാകട്ടെ, അവർ സ്കൂളിലൊരു അഭിമാനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഈ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും അടുത്ത വർഷത്തെ കർത്താവെ അഡ്മിഷനും കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, വളരെ ഞെരുക്കത്തിലും പ്രയാസത്തിലുമാണ് കടന്നു പോകുന്നെങ്കിലും ഇത്രത്തോളം നടത്തിയ ഞങ്ങളുടെ കൃപയ്ക്കായി സ്തോത്രം. ഇനിയും നടത്തുവാനോട് വിശ്വസ്തനം ഞങ്ങൾ കരുതുന്നു. അതിനുവേണ്ടി സമർപ്പിക്കുന്നു കർത്താവെ. അതിനുവേണ്ടി പ്രവർത്തിച്ച അധ്യാപകർ, മാനേജ്മെന്റ് എല്ലാവരെയും ഈ കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവ് കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് സന്തോഷവും സമാധാനം നൽകുന്ന അവിടെ നിന്നാണ് അങ്ങയുടെ കരങ്ങളിലേക്ക് എത്തിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ വെളിച്ചമായി വളരട്ടെ. അവർ ഒരിക്കലും കർത്താവെ ഇരുട്ട് കൊടുക്കുന്നവരായിട്ടല്ല, പരസ്പരം സ്നേഹിക്കുന്നവരായി, പരസ്പരം വിശ്വാസം അർപ്പിക്കുന്നവരായി, പരസ്പരം ബഹുമാനിക്കുന്നവരായി, കർത്താവെ അവർ അനുസരണവും അച്ചടക്കമുള്ള കുഞ്ഞുങ്ങളായി, ദൈവത്തെ ഭയക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളായി വളരുവാൻ കർത്താവെ അനുഗ്രഹിക്കണം. അവരും നാം കർത്താവെ പോകുന്ന വഴിയിലെല്ലാം അങ്ങയുടെ ദൂതന്മാരുടെ കാവൽ അവർക്കുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷം അവർ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് എല്ലാം സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനവ മഹത്വം തിരുമേനി അവിടെ കിടക്കണം. അടിയങ്ങൾ കാഴ്ചയും യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. Advait, first place. Olivia Susan Tiju, second place. Ujjwal A, third place. Kevin Shaji Yohanan, third place. Shan S, third place. A participation certificate, Jinson Thomas. Alan Shibu.
Justin B. Chaco. Gino Vicky. Niranjan P. സ്റ്റുഡൻസിന്റെ താങ്ക്സ് ഗിവിംഗ് പ്രയർ ആയിരുന്നു അല്ലേ? അവരെ ഇത്രയും നാള് 12 വർഷക്കാലം അല്ലെങ്കിൽ 10 വർഷക്കാലം ഇത്രയും നാള് അവരെ കാത്തു പരിപാലിച്ച ദൈവത്തിന് അവരിന്ന് നന്ദി പറഞ്ഞു കഴിഞ്ഞു. ഇത്രത്തോളം നടത്തിയ ദൈവം ഇനിയും മുന്നോട്ട് നടത്തുവാൻ എന്താണ് മതിയായവനാണ് അല്ലേ? ഇത്രത്തോളം നമ്മളെ നടത്തിയ ദൈവം മുന്നോട്ട് നമ്മളെ നടത്താൻ മതിയായവനാണ്. നിങ്ങൾ ഒരു കാലത്ത് മറക്കാൻ പാടില്ലാത്തൊരു കാര്യം എന്താ? ദൈവഭയം ജ്ഞാനത്തിന്റെ ആരംഭമാണ്. ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ടുഡേ വി ആർ ഹിയർ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. അടുത്ത ആഴ്ച നെക്സ്റ്റ് ഫ്രൈഡേ ക്ലാസ് 3 സ്റ്റുഡൻസ് ഗെറ്റ് റെഡി ഫോർ പ്രേയർ. ക്ലാസ് 10 സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. ഓൾ സ്റ്റുഡൻസ്, ഡിയർ മാം, ഓൾ ടീച്ചേഴ്സ്, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഫ്രൈഡേ റെഡി ഫോർ മോട്ടിവേഷൻ സ്പീച്ച്. ആരാണ് സ്പീച്ച് പറയുന്നത്? നമ്മൾ ജീവിത വിജയത്തിന്റെ ഓരോ ചവിട്ടുപടികൾ ഓരോ ആഴ്ച ഓരോരുത്തരും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് റിയന്നെയാണ് നമുക്ക് മോട്ടിവേഷൻ സ്പീച്ച് കൊടുത്തത്. ഗിവ് ഹെർ എ ബിഗ് ഹാൻഡ്. റിയന്ന വെരി ഗുഡ്. ഇന്ന് റിയന്ന പറഞ്ഞ എന്താ? ഡിസിപ്ലിൻ വേണം, റെസ്പെക്ട് വേണം. പിന്നെ നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നോ? മറക്കരുത്, ഒരിക്കലും മറക്കരുത് കേട്ടോ. ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. അത് എപ്പോഴും ഓർത്തോണം. ഇനി അടുത്ത ആഴ്ച ആരാ റെഡി ആവുന്നത്? സീനിയർ സ്റ്റുഡൻസ് ആണോ? ജൂനിയർ സ്റ്റുഡൻസ് ആണോ? ആരാണ്? പ്ലീസ് കം ഫോർവേഡ്. പ്ലീസ് റെഡി. മോളാണോ? നിയാപ്പി. വെരി ഗുഡ്. യു ഹാവ് എ ബിഗ് ഹാൻഡ്. മുന്നോട്ട് വരുന്നവരെ നമ്മൾ അംഗീകരിക്കണം, അവരെ ഇൻസ്പയർ ചെയ്യണം അല്ലേ? അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിയാപ്പി റെഡി ആയിട്ട് വരണം. ഗെറ്റ് റെഡി ഫോർ സ്പീച്ച്. ഓക്കെ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്. Today's prayer has ended. I thank everyone for coming. Thank you.